ശരി, നമുക്കിനി കുട്ടനാട്ടിലേക്ക് ഒന്ന് പോകാം. അവിടെ അപ്പർ കുട്ടനാട്ടിൽ വെള്ളക്കെട്ട് രൂക്ഷമായിരുന്നു. പമ്പയാർ കര കവിഞ്ഞതോടുകൂടി ചെങ്ങന്നൂരിലെ പാണ്ടനാട്, ഇരമല്ലിക്കര അടക്കമുള്ള നിരവധി പ്രദേശങ്ങളാണ് വെള്ളത്തിനടിയിലായിട്ടുള്ളത്. ചെങ്ങന്നൂർ താലൂക്കിൽ മാത്രം 25 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് പ്രവർത്തിക്കുന്നത്. ഒറ്റപ്പെട്ട് കഴിയുന്ന കൂടുതൽ പേരെ ക്യാമ്പിലേക്ക് മാറ്റാനുള്ള ശ്രമത്തിലാണ് രക്ഷാപ്രവർത്തകർ. പാണ്ടനാട് നിന്ന് എസ് ശരൺ നമുക്കൊപ്പം ചേരുകയാണ്. ശരൺ, ആ പ്രദേശത്തുള്ള മനുഷ്യർക്ക് ഇത്തരത്തിലുള്ള വെള്ളക്കെട്ട്, തോരാമഴ, പ്രളയം, ദുരിതം ഇതൊന്നും ഒരു പുതിയ അനുഭവമോ പുതിയ കാഴ്ചയോ അല്ല. പക്ഷേ ഇത്തവണ അതവർ പ്രതീക്ഷിച്ചതിനേക്കാൾ ഒരുപാട് മുകളിലായിപ്പോയി എന്നുള്ളതാണ്. എന്താണ് ആ പ്രദേശത്തെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം ശരൺ? ഷിഗാസ് പറഞ്ഞത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഇവരെ സംബന്ധിച്ച്, ഇവിടെയുള്ള ആളുകളെ സംബന്ധിച്ച് ഇതൊരു പുതിയ കാഴ്ചയല്ല. 2018 വലിയ തോതിൽ തന്നെ ഇവിടേക്ക് നമുക്ക് അന്ന് കാണാൻ കഴിഞ്ഞിരുന്നതാണ്. ദൃശ്യങ്ങളൊക്കെ തന്നെ കൃത്യമായിട്ട് ഉണ്ടായിരുന്നു. വലിയ തോതിൽ വെള്ളം കയറുന്നു, അത് വലിയൊരു പ്രളയമായി മാറുന്നു. അങ്ങനെ പ്രളയക്കെടുതികൾ ഏറ്റവും കൂടുതൽ അനുഭവിച്ച ഒരു ജനത കൂടിയാണ് ഈ ചെങ്ങന്നൂരിലുള്ള ആളുകൾ എന്നുള്ളതാണ്. എന്തായാലും ഇപ്പോൾ അവർ പ്രതീക്ഷിക്കുന്നതിന് അപ്പുറം വെള്ളം കയറിക്കൊണ്ട് ഇരിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഇന്നലത്തോടു കൂടി ഈ പ്രശ്നങ്ങൾക്ക് പകുതിയെങ്കിലും പ്രശ്നം പരിഹാരമുണ്ടാകുമെന്നുള്ളത് അവർ പ്രതീക്ഷിച്ചിരുന്നതാണ്. പക്ഷേ ഇന്ന് രാവിലെ ആയപ്പോഴേക്കും പലയിടങ്ങളിലേക്കും കൂടുതലായി വെള്ളം കയറുന്നു. അത് കൂടുതലായിട്ടും ഈ ആറന്മുള, റാന്നി അടക്കമുള്ള ഇടങ്ങളിൽ കൂടുതൽ മഴ പെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ആ വെള്ളമാണ് ഈ അപ്പർ കുട്ടനാട്ടിലേക്ക് എത്തുന്നത്. അങ്ങനെ പാണ്ടനാട് പഞ്ചായത്തിലെ മുഴുവൻ പ്രദേശങ്ങളും മുങ്ങിപ്പോയ ഒരു സാഹചര്യമാണ് നമുക്ക് ഇന്ന് കാണാൻ കഴിയുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നിൽക്കുന്നത് പാണ്ടനാട് പഞ്ചായത്തിലെ പ്രയാർ എന്നുള്ള സ്ഥലത്താണ്. ഈ സ്ഥലത്ത് ചെറിയ മഴയാണ് ഇപ്പോൾ ഉള്ളത്. പക്ഷേ വെള്ളക്കെട്ടിന് കാര്യമായിട്ട് മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഇവിടെ ഏകദേശം 100-ലധികം വീടുകളുണ്ട്. ഈ വീടുകളെല്ലാം തന്നെ വെള്ളത്തിൽ അകപ്പെട്ടിരിക്കുന്ന, അല്ലെങ്കിൽ വെള്ളത്തിലായിരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്തായാലും ഒരു വശത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയായിട്ട് പുതിയതായിട്ട് ഒരു വീട് പണിയുകയായിരുന്നു. അതായത് കഴിഞ്ഞ മാസം 15-ാം തീയതി ഈ പണികൾ ആരംഭിച്ചിരുന്നതാണ്. പണി സാധനങ്ങളൊക്കെ തന്നെ ഇവിടെ വെച്ചിരുന്നതാണ്. അങ്ങനെ വെച്ചിരുന്ന എല്ലാ സാധനങ്ങളും വെള്ളക്കെട്ടിൽ ഒഴുകി പോയിരിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും ഇപ്പോൾ ഇവിടെയുള്ള ആളുകൾ നമുക്കൊപ്പം ചേരുകയാണ്. ഇവിടെ വീട് മൊത്തവും സാധനങ്ങളൊക്കെ പോയല്ലേ? ഇവിടുന്ന് സാധനങ്ങളെല്ലാം പോയിട്ടുണ്ട്. പിന്നെ 2018 പോയതിൻ്റെ ഇപ്പോൾ ബാലൻസ് ഇപ്പോൾ 2026 വെള്ളം കയറി പണി തുടങ്ങി. പണി സാധനങ്ങളും ഉണ്ട്. പിന്നെ നമ്മുടെ മണലും പാറപ്പൊടിയെല്ലാം ഒഴിയും. ഇന്ന് സാധനങ്ങൾ പോയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ചൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള സാധനങ്ങളൊക്കെ പോയിട്ടുള്ളൂ. പാത്രങ്ങളും അതിൽ ഈ മഴ താമസിക്കുന്നത് ഇപ്പോൾ ഇവിടെ മാറി താമസിക്കുന്നത്. കഴിഞ്ഞ 2018 പ്രളയത്തിന് നമ്മുടെ JBS സ്കൂളിലായിരുന്നു. ഇപ്പോൾ ആ സ്കൂള് പൊളിച്ച കാരണം കൊണ്ട് വലിയൊരു ബുദ്ധിമുട്ടായിരുന്നു എനിക്കിപ്പം. ഇപ്പം ഞാൻ താമസിക്കുന്നത് കയറുന്നത് ഇവിടെ ഈ വീട്ടിൽ. എൻ്റെ സഹോദരൻ തന്നെ അവിടോട്ട് തന്നെ കയറിയിരിക്കും. ഇങ്ങനെ ഇപ്പൊ 3-4 ദിവസത്തെ കൂടുതലായി വിചാരിച്ചു. പിന്നെ ഇപ്പൊ ശവനായിട്ട് വന്നിരിക്കുന്നത് ആളുകളൊക്കെ മാറിയിട്ടുണ്ട്. ഇവിടെ ഒത്തിരി പേര് പോയിട്ടുണ്ട്. എല്ലാം ക്യാമ്പിലേക്ക് പോയിരിക്കുക. ആരെങ്കിലും ഇവിടെ ഈ ഒറ്റപ്പെട്ട് കഴിയുന്ന സാഹചര്യം ഉണ്ടോ? ഇല്ല, ഞാൻ ഇവിടെ ഇല്ല. ഷിഗാസ്, അതാണ് ഇവിടുത്തെ സാഹചര്യം. അതായത് പാണ്ടനാട് പഞ്ചായത്തിലെ മറ്റ് വാർഡുകൾ, ഈ വാർഡിൽ കാര്യമായ പ്രശ്നങ്ങൾ, അതായത് ഇവിടുന്ന് ആളുകൾ ഇപ്പോൾ മാറി താമസിക്കേണ്ട ഒരു സാഹചര്യമില്ല. കുറച്ചൊക്കെ വെള്ളം കുറഞ്ഞ് വരുന്നുണ്ടെന്നുള്ളതാണ് ഇവിടെയുള്ള ആളുകൾ പറയുന്നത്. പക്ഷേ മറ്റ് വാർഡുകളിൽ അങ്ങനെയല്ല. കൂടുതൽ വെള്ളം കയറുന്നതോടുകൂടി തന്നെ അവിടെയുള്ള ആളുകളെ ദുരിതാശ്വാസ ക്യാമ്പിലേക്കൊക്കെ തന്നെ മാറ്റുന്നുണ്ട്. രാവിലെ നമ്മളത് കൃത്യമായി തന്നെ കണ്ടിരുന്നതാണ്. വെള്ളം കുത്തിയൊലിച്ച് വരുന്നൊരു സാഹചര്യമുണ്ടായിരുന്നു. അങ്ങനെ വന്നതോടുകൂടി ചിലരൊക്കെ ഒറ്റപ്പെട്ട് കഴിയുകയും അവരെയൊക്കെ തന്നെ രക്ഷാപ്രവർത്തകർ ഈ ക്യാമ്പുകളിലേക്ക് മാറ്റുകയുമാണ്. ഇവിടെ 1-2 ബോട്ടുകളാണ് ഉണ്ടായിരുന്നത്. ആലപ്പുഴയിൽ നിന്ന് കൂടുതൽ ബോട്ടുകൾ ാണ് ഈ രക്ഷാപ്രവർത്തനം ഊർജിതമാക്കുകയും ചെയ്തിരിക്കുന്നത്. ആലപ്പുഴ ജില്ലയിൽ മൊത്തത്തിൽ പരിശോധിക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്ഥലം കൂടിയാണ് ഈ ചെങ്ങന്നൂർ താലൂക്ക് എന്നുള്ളതാണ്. ചെങ്ങന്നൂർ താലൂക്കിൽ മാത്രം 25 ക്യാമ്പുകളാണ് ഉള്ളത്. ഈ ക്യാമ്പുകളിലായിട്ട് 482 കുടുംബങ്ങളെയാണ് മാറ്റി പാർപ്പിക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ മഴ എങ്ങനെയെന്നുള്ളത്, അതായത് മഴ വീണ്ടും കനക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ച് കൂടുതൽ ആശങ്കയാണുള്ളത്. ഇതിനകം തന്നെ അവർക്ക് ഈ 2018 ആ പ്രളയകാല ദുരിതം അത് വലിയ രീതിയിൽ തന്നെ അവരുടെ ഓർമ്മകൾ നിറയുകയാണ്. അതിലേക്ക് പോകരുത് എന്നുള്ള വലിയ പ്രാർത്ഥനയോട് കൂടിയാണ് ഈ ഓരോ വീട്ടിലുമുള്ള ആളുകൾ കഴിയുന്നത്. എന്തായാലും കുറച്ചുകൂടി ഇനിയുള്ള മണിക്കൂറുകളിൽ മഴ കനക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഇവിടുന്ന് കൂടുതൽ ആളുകളെ മാറ്റേണ്ടി വരും. ശരി, ശരണാണിപ്പോൾ ചെങ്ങന്നൂർ പ്രദേശത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതം, ആ പ്രദേശത്തെ സാഹചര്യമൊക്കെ വിശദീകരിച്ചത്. 2018 സമാനമായ, ഏറെക്കുറെ സമാനമായിട്ടുള്ള അനുഭവങ്ങളാണ് ആ നാടിന് ഇത്തവണ ഉണ്ടായിട്ടുള്ളത്. അവിടെ 100 കണക്കിന് വീടുകൾ വെള്ളത്തിനടിയിലാണ്. അതോടൊപ്പം വ്യാപാര സ്ഥാപനങ്ങളും കൃഷി സ്ഥലങ്ങളും എല്ലാം
വെള്ളത്തിനടിയിലാണ്. പണിതുകൊണ്ടിരിക്കുന്ന പല വീടുകളുടെയും സാധന സാമഗ്രികളൊക്കെ ഒഴുകിപ്പോയിട്ടുള്ള കാഴ്ചകൾ, വാർത്തകളൊക്കെ നമ്മൾ കാണുകയാണ്. ലക്ഷക്കണക്കിനോ കോടിക്കണക്കിനോ രൂപയുടെ നഷ്ടമാണ് ഒരൊറ്റ നാട് മാത്രം ഇത്തവണത്തെ 2026 പ്രളയത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്.